ഹായ് ദിവ്യ. ദിവ്യയെ പറ്റി പറയാനാണെങ്കിൽ ഒരു ഐഡിയൽ സ്റ്റുഡൻറ് എങ്ങനെ ആയിരിക്കണോ അതായിരുന്നു ദിവ്യ സ്കൂൾ ഡേയ്സിൽ. കുറച്ച് പുകഴ്ത്തല്ലേ ദിവ്യയെ പറ്റി ആദ്യം. അല്ല, അവൾ അങ്ങനെ തന്നെ ആയിരുന്നു. സ്കൂളിലെപ്പോഴും ടോപ്പറായിരുന്നു, എല്ലാ കൾച്ചറൽ ആക്ടിവിറ്റീസിലും ഉണ്ടായിരുന്നു. പഠിപ്പിസ്റ്റ് എന്നുള്ള ഒരു ലെവലല്ല, എല്ലാ കൾച്ചറൽ ആക്ടിവിറ്റീസിലും ദിവ്യ അന്ന് പങ്കെടുത്തിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് കോമ്പറ്റീഷൻസിൽ പങ്കെടുത്തിട്ടുണ്ട്. ദിവ്യ സ്കൂൾ ലീഡറായിരുന്നു. എനിക്ക് ദിവ്യയോട് ചോദിക്കാൻ 2 ചോദ്യങ്ങളുണ്ട്. എൻ്റെ മേഖല ഡബ്ബിംഗ് ആണ്. അപ്പോൾ എൻ്റെ ആ മേഖലയിൽ ദിവ്യ വന്നപ്പോൾ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് വർക്കിംഗ് ദർ? ആൻഡ് അനദർ തിങ് ഇസ്, ദിവ്യ ഡോക്ടറായി, അതൊരു സോഷ്യൽ സർവീസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. എങ്കിൽ പോലും ദിവ്യ ഐസ് ചൂസ് ചെയ്തു, അതും സോഷ്യൽ സർവീസിൻ്റെ ഒരു മേഖലയാണ്. വാട്ട് ഡിഫറൻസ് ഡു യു ഫൈൻഡ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു? അതാണ് എനിക്കറിയേണ്ട ഒരു ചോദ്യം. ദിവ്യയുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്, ക്ലാസ്മേറ്റ് ആണ്. അതെ, സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, ഹോളി ഏഞ്ചൽസ് കോൺവെന്റിലെ ദേവി ഞാനും. അപ്പോൾ ഡബ്ബിംഗ് എന്ന ദേവി പറഞ്ഞത്, ഞാൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഒന്നും ആയിട്ടില്ല, ഞാൻ ചെയ്ത സിനിമയ്ക്കുള്ള ഡബ്ബിംഗ് ഞാൻ സ്വയം ചെയ്യണം എന്ന് ആഗ്രഹിച്ചു. അപ്പോൾ ഡബ്ബിങ്ങിൻ്റെ ആദ്യത്തെ ദിവസം ശരിക്കും ഞാൻ ദേവിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പിന്തുണയ്ക്കും അനുഗ്രഹത്തിനൊക്കെ വേണ്ടിയിട്ട്. അതെ, ഒരു ആശ്രയത്തിന്. അപ്പോൾ ദേവിയുടെ പ്രസൻസ് വളരെയധികം എനിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡബ്ബിംഗ് ആദ്യം ചെയ്തപ്പോൾ ആദ്യം ഇൻസ്റ്റിങ്ക്റ്റീവായിട്ട് വന്ന പിന്നെ ഒരു ഫീലിംഗ് എന്നുള്ളത്, ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ശരിക്കും ഈ ഓരോ മേഖലയിലും നമ്മൾ കാലെടുത്ത് വെക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകളും സങ്കീർണതയൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അത് തിരിച്ചറിയുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ്. രണ്ടാമത്തത്, സ്ക്രീനിലൂടെ നമ്മുടെ ശബ്ദം ആദ്യമായിട്ട് കേൾക്കുന്നത് ഡബ് ചെയ്യുമ്പോഴാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലുണ്ടായിരുന്നു തീർച്ചയായിട്ടും. ഞാൻ ഡബ് ചെയ്യുമ്പോഴത്തേക്കും സ്ക്രീനിലിങ്ങനെ എൻ്റെ ഫേസ് കാണുകയും അപ്പോൾ എൻ്റെ ശബ്ദം സ്ക്രീനിലൂടെ കേൾക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു കൗതുകം ഉണ്ടായിരുന്നു. ദിവ്യ നല്ല പഠിപ്പിച്ചായിരുന്നു പറയുന്നുണ്ട്. മാത്രമല്ല, പിന്നെ ഈ കുട്ടി പറഞ്ഞ പ്രകാരം ഈ കുട്ടി പലതും പറഞ്ഞിട്ടുണ്ട് ദിവ്യയെ കുറിച്ച്. രാത്രി മുഴുവൻ പഠിച്ച് രാവിലെ തലകറങ്ങി വീണ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നറിയാം. ഈ ഷോയുടെ സമയം ഒരുപക്ഷെ ഒരു മുഴുനീള സീരിയൽ എടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്.